ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക. കുന്ന് കയറി ഇറങ്ങുക. ഡെയിലി എല്ലാ ദിവസവും ഒരേ സമയത്ത് കുന്ന് കയറി ഇറങ്ങുക. ഇവിടെ കുന്ന് കിട്ടൂല, സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി. ചില പഴയ ബിൽഡിങ്ങിനൊക്കെ എത്രയോ സ്റ്റെപ്പ്. പക്ഷെ എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, ഒരേ ടൈമിൽ ചെയ്യണം. ഇപ്പൊ 10 മിനിറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും 10 മിനിറ്റ്. ഷുഗർ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈം, അളവ്, ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എല്ലാ ദിവസവും 100 ഗ്രാമാണ് ഭക്ഷണം കഴിക്കുന്നത്, എല്ലാ ദിവസവും 100 തന്നെ. എല്ലാ ദിവസവും 10 മിനിറ്റാണ് നടക്കുന്നത്, 10 മിനിറ്റ് തന്നെ. പിന്നെ പകൽ ഉറങ്ങുന്നവർക്ക് ഷുഗർ കൺട്രോൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈലൂലത്തിന്റെ സമയത്ത് ഉറങ്ങാം, അത് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി ഡ്യൂട്ടിയാണ്, ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനക്കും മറുപടി ഒന്നുമില്ല. ഞാൻ എന്താ പറയാ, രാത്രി എനിക്ക് ഡ്യൂട്ടിയാണ്, പകല ഉറങ്ങാൻ കിട്ടുന്ന സമയം ഞാൻ എന്തായാലും മറുപടി അറിയാം. കമ്പനിന്റെ മുതലാളിനൊന്ന് കാണിച്ചേരി എന്ന് പറയേണ്ടി വരും, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും പകൽ ഉറങ്ങാൻ പറ്റുന്ന സമയം തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് കൈലൂലത്തിന്റെ സമയമാണ്. നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പകൽ ഉറങ്ങുന്നവർക്ക് ഈ പാങ്ക്രിയാസിന്റെ സെല്ലുകൾ കൂടുതൽ ഡെഡാവും, ഷുഗറിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. ഈ റബ്ബന വലംന അൻഫുസന ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, തീർച്ചയായും അതിന്റെ ഫലം നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ പറ്റും. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഷായ് അഹ്ലറിൽ ഗ്രീൻ ടീയിൽ 1/4 ടീസ്പൂൺ കരിഞ്ജീരകത്തിന്റെ എണ്ണ ആഡ് ചെയ്ത് രാവിലെയും രാത്രിയും കഴിക്കുക. പിന്നെ ബേക്കിംഗ് ഫുഡുകൾ ഒഴിവാക്കുക, വലിയ മീൻ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യം. കപ്പ, പിന്നെ എപ്പോഴും മാങ്ങ കഴിക്കണതൊക്കെ ഒഴിവാക്കുക. പപ്പായ നല്ലതാണ്, പഴുത്ത പേരക്ക നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ടയിലേക്ക് വന്നാൽ നല്ല രൂപത്തിൽ ഷുഗർ രോഗികൾക്ക് ആശ്വാസം കിട്ടും. അള്ളാഹു എളുപ്പത്തിൽ ശിഫ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഹിജാമ ഫലപ്രദമാണെന്ന് വെച്ചാൽ തീർച്ചയായും ഫലപ്രദമാണ്. അറിയാവുന്നവർ ചെയ്താൽ തീർച്ചയായും ഫലപ്രദമാണ്. ചെയ്യുന്നവർ സുബ്ഹ് ഖളാ ആക്കാൻ പാടില്ല എന്നൊക്കെ ഷർത്തുണ്ട്. അങ്ങനെ ഒരുപാട് ചിട്ടകളൊക്കെ പാലിച്ച ഒരാൾ ചെയ്യുന്ന ഹിജാമക്ക് നല്ല ഫലമുണ്ട്. പ്രത്യേകിച്ചും ചെവിയുടെ താഴെ അഹ്ദഈൻ എന്നാണ് കിതാബുകളിൽ കാണുന്നത്. ഇത് സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഭാഗം. ഇവിടെയും വലത്തെ കൈയിന്റെ ഈ ഇവിടെ എന്താ പറയുക, ചട്ടുകൊമ്പലത്തെ ഈ സാധനമില്ലേ, അതിനോട് ചേർന്ന നട്ടലിന്റെ ഭാഗത്ത് ഒരു കപ്പ്, ഇവിടെ 2 സ്ഥലത്ത് കപ്പ് വെച്ച് ഒരു 6 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ ഹിജാമ ചെയ്യുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കും. അത്രയല്ലേ ഇപ്പം അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഹൃദ്രോഗത്തെ എങ്ങനെ തടയാൻ പറ്റും? നല്ല ചോദ്യമാണ്, കുറേ നേരം ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നതുപോലെ പിന്നെ എന്താണ്, ഖുർആനികമായി പറഞ്ഞാൽ അലം നശ്റഹ് സൂറത്ത് മഗ്രിബിന് ശേഷം ഓതുന്നത് ഹൃദയത്തെ ശക്തിയുള്ളതാക്കി തീർക്കും. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന സൂറത്ത് ഒരു തവണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് എവിടെയാണെങ്കിലും, നിങ്ങൾ റൂമിലല്ലേ, റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്ത് തീൻ ഓതുന്നത് പിറ്റേ ദിവസം ആ നേരം വരെ ഒരു രോഗവും വരാതെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ വാക്സിനേഷനാണ്. ആത്മീയമായ ഒരു തരം കുത്തിവെപ്പാണ്. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ പിന്നെന്താണ്, ഞാൻ പറഞ്ഞു ഹൃദയത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞു. അജുവ പറഞ്ഞു, ഈത്തപ്പഴം പറഞ്ഞു, നാന്ത്രപ്പഴം പറഞ്ഞു, പാല് പറഞ്ഞു. ഇതൊക്കെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ധാന്യങ്ങൾ, ഇലക്കറികൾ, ചെറിയ മത്സ്യത്തിന്റെ മുള്ള്. സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വിശദീകരിക്കാത്തത്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അപ്പോൾ പറയാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ പറ്റും. ഏറ്റവും പ്രധാനം, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം ഏറ്റവും പവർഫുൾ ഹൃദയമായിരിക്കും. ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഹൃദയം ആരതാണെന്ന് കണ്ടെത്താൻ വേണ്ടി യൂറോപ്യന്മാർ നടത്തിയ പഠനത്തിൽ അവർ അവസാനം എഴുതി വെച്ച പേര് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന്റെ കാരണം പറഞ്ഞത് ഫോർഗീവ് മൈൻഡ്, വിട്ടുവീഴ്ച മനസ്സ്, ആരോടും പകയില്ലാത്ത മനസ്സ്. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ. പിന്നെ സന്താന ഭാഗ്യത്തിന്റെ ഞാൻ എല്ലാം ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്, ഒന്നും തോന്നരുത്, സമയം ഒരുപാടായി. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സ. അള്ളാഹു എല്ലാവർക്കും ഒരുപാട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. ഒരുപാട് കാരണങ്ങൾ ഉള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ടൈറ്റ് പാൻറ് ഇടുക, ഇറങ്ങിയ ഷഡ്ഡി ഇടുക, എപ്പോഴും ബ്രോയിലർ ചിക്കൻ കഴിക്കുക, 7up കൊക്കക്കോള മിറണ്ട. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി, പേര് ഞാൻ പറയില്ല, അതും ഒരു വേറെ വിഷയമെന്ന് വെച്ചിട്ടാണ്, എനിക്ക് പേടിച്ചിട്ടല്ല, ഒരു യൂണിവേഴ്സിറ്റി മുഖം കെടുത്തണ്ട വെച്ചിട്ടാ. അവിടെ വ്യാപകമായി പെൺകുട്ടികൾ പെപ്സിയും കൊക്കക്കോളയും കുടിക്കുന്നത് കണ്ടപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അവർ ഗർഭധാരണം തടയാൻ വേണ്ടിയിട്ട് അത് കുടിക്കുന്നതെന്ന് കണ്ടെത്തി. ഗർഭധാരണം തടയാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസിയെ തടയും, ആണുങ്ങളിലെ ബീജത്തിന്റെ ക്വാളിറ്റി കുറക്കും. ഇവിടെ ഇപ്പം ഇന്നിപ്പോൾ ആരോ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ
നമുക്ക് തന്നെ അല്ലേ, പെപ്സിക്ക് വില കൂട്ടെന്ന് പറഞ്ഞല്ലേ, ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു, എന്നിട്ടെങ്കിലും ഒരാൾ കുടിക്കാണെന്ന് അത്ര ആയില്ലേ എന്നുള്ളത് മനസ്സിലായില്ലേ. പെപ്സിയൊക്കെ നിങ്ങൾ എങ്ങനെ എനിക്കറിയില്ല, ഒഴിച്ചു നോക്കി ചട്ടിയിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും, അത്രേ ചെയ്യണ്ടു. കുറച്ച് അങ്ങനെ ചട്ടിയിൽ ഒഴിക്കുക, പാത്രത്തിൽ ഒഴിക്കുക, അടുപ്പത്ത് വെച്ച് ചൂടാക്കുക, എന്നിട്ട് അവസാനം കിട്ടുന്ന കണ്ടന്റ് എന്താ നോക്കുക. വീട്ടിലെവിടെയെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് അടക്കാൻ ഫസ്റ്റാ, എലിന്റെ ശല്യമൊന്നും ഉണ്ടാവില്ല റൂമിൽ. അത്രയും മാരകമായ സാധനം, അത്രയും ബിസ്ഫിനോൾ മാരകമായ ബിസ്ഫിനോൾ പോലത്തെ വിഷം ഉണ്ടായില്ലേ. അല്ലാഹു എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഓക്കെ, അത് തടസ്സം. അപ്പൊ സന്താന സൗഭാഗ്യത്തെ എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന് പിന്നെ അവര് ഭക്ഷണം, ചൂട് ശരീരത്തിന് കൂട്ടുന്ന ഭക്ഷണം. പിന്നെ എന്താ കാരണം എന്ന് പറയണ ഇതില് ബീജത്തിന് ഇത് അങ്ങനെ ഉണ്ടല്ലോ, കോസ് ഓഫ് ഡിസീസ് കിട്ടണമല്ലോ, സെമൻ കൗണ്ട് കുറവാണോ, മോർട്ടിലിറ്റി കുറവാണോ, ബോഡി ഹീറ്റാണോ, ഇനി ഒന്നും കാരണമില്ല, രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല, വ്യത്യസ്ത രീതിയിലാണ് കാരണങ്ങൾ പറയുന്നത്. പക്ഷേ തിബ്ബ് നബവിയിലെ ഔഷധത്തെ കുറിച്ച് അറിഞ്ഞിട്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ലോകപ്രശസ്തനായ ഏഷ്യയിലെ തന്നെ ISO അംഗീകാരമുള്ള അഷ്റഫ് ഡോക്ടർ തിബ്ബ് നബവിയിലെ മരുന്നിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിബ്ബ് നബവിയിലെ മരുന്നിന് വളരെ ഷോർട്ട് ടൈം കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും, പക്ഷേ മറ്റു കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതായാലും ചോദ്യകർത്താവിന് വേണ്ടി എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു കാര്യം, ഫാത്തിഹ വർദ്ധിപ്പിക്കുക, സ്ത്രീ ആണെങ്കിൽ സൂറത്ത് മറിയം വർദ്ധിപ്പിക്കുക, രണ്ടു കൂട്ടരും സൂറത്തുൽ അലക്ക് വർദ്ധിപ്പിക്കുക. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക്ക് എന്ന സൂറത്ത് കണ്ടമാനം ഓതുക, എണ്ണമൊന്നുമില്ല. ഈ ഓത്തിന്റെ ഒരു പ്രകാശ ഗുണം കൊണ്ട് ശരീരത്തിൽ എവിടെയാണ്, ഏത് ഓർഗണിനാണോ പ്രശ്നമുള്ളത്, ആ ഓർഗൻസിന്റെ പ്രശ്നം ഖുർആന്റെ നൂറാനിയത്ത് കൊണ്ട് ശിഫയാവുകയും അങ്ങനെ കുഞ്ഞുങ്ങളാവുകയും ചെയ്യും, തീർച്ചയായും ആവും. പിന്നെ തേൻ, നല്ല സ്വദറിന്റെ ഒക്കെ യമനിൽ നിന്നൊക്കെ കിട്ടുന്ന തേന് സന്താന സൗഭാഗ്യം നൽകാൻ മാത്രമുള്ള കഴിവുണ്ട്. നല്ല 2000 രൂപക്ക് ഇന്ത്യൻ മണി വരും അതിന്, 1 കിലോന് ചുരുങ്ങിയത് 1 കിലോ എങ്കിലും ഉപയോഗിക്കണം. പിന്നെ ഭക്ഷണം ശ്രദ്ധിക്കണം, വഴുതന കഴിക്കരുത്. ആണുങ്ങളാണെങ്കിൽ, കുട്ടികളില്ലാത്ത ആണുങ്ങൾ വഴുതന കഴിക്കരുത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെയൊക്കെ ആയാലും അൽഹംദുലില്ലാ. ഇതിന്റെ കാരണം പറയാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമാണ് ചികിത്സ, വിഭിന്നങ്ങളായ ചികിത്സ. കോമൺ എന്താണെന്ന് വെച്ചാൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുക, സൂറത്തുൽ ഫത്ഹ് ആണുങ്ങളും സൂറത്തു മറിയം പെണ്ണുങ്ങളും ഓതുക, രണ്ടു കൂട്ടരും സൂറത്തുൽ അലക്ക് കൂടുതലായി ഓതുക. ഇങ്ങനെ ആകുമ്പോൾ ഖുർആനികമായ ഒരു പിന്നെ ആത്മീയ വഴിയിലൂടെ നിങ്ങൾക്ക് അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറയാറുള്ള ഒരു പിന്നെ ചികിത്സ ഉണ്ട്, കുട്ടികളില്ലാത്തവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അസ്തഗ്ഫിറുല്ലാഹ് കൂടുതൽ ചെല്ലണം എന്നുള്ളത്. അതിന് തീർച്ചയായും കഴമ്പുണ്ട്. ആ കാര്യം കൂടി ഞാൻ ആ വിഷയത്തിൽ നിർദ്ദേശിക്കുകയാണ്. സമയം വൈകിയത് കൊണ്ട് തൽക്കാലം പകുതി വഴിയിൽ ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ സംരംഭം വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. കണ്ണൂരിപ്പോൾ അൽഹംദുലില്ലാഹ് അടുത്ത കഴിഞ്ഞ മാസം 100ഓളം ശ്വാസമുട്ട് രോഗികൾക്ക് തിബ്ബ് നബവി പ്രകാരം പൂർണ്ണമായും ശിഫ കിട്ടുന്ന ഒരു ചികിത്സ സഹചാരി മെഡിസിറ്റിയിൽ ഞങ്ങൾ നടത്തി. 80ഓളം രോഗികൾ ഇപ്പം അൽഹംദുലില്ലാഹ് പൂർണ്ണ ആശ്വാസത്തിലാണ്. ബാക്കി ഒരു 10-18ഓളം രോഗികൾ കൂടി സലാമത്താവാനുണ്ട്. ആകെ 2 മാസമായിട്ടില്ല ചികിത്സ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളിത് ഓർമ്മിക്കണം, ഈ സംരംഭത്തെ ഓർമ്മിക്കണം. പിന്നെ നമുക്ക് ഇനിയും പല രോഗങ്ങളും ഏറ്റെടുത്ത് ഇതുപോലെ പൂർണ്ണമായും ശിഫ കിട്ടുന്ന ചില ചികിത്സ കൊടുക്കണമെന്നുണ്ട്. 2 ലക്ഷ്യമാണ്, ഒന്ന് രോഗിക്ക് ആശ്വാസം, മറ്റൊന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ലോകത്തിന് അറിയിക്കുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പ്രാർത്ഥനയാണ്. നന്നായി പ്രാർത്ഥിക്കണം. ഈ സംവിധാനം വളരെ കുറെ ആലിമീങ്ങളാണ് ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത്, പണ്ഡിതന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത്. അവരൊക്കെ ഇപ്പൊ കഴിഞ്ഞ 4-5 ലക്ഷം രൂപ ചെലവ് വന്ന് അവര് സ്വന്തമായിട്ടുള്ള ശമ്പളത്തിൽ നിന്നും അവർക്കറിയുന്ന സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിച്ചിട്ടാണ് അവർ ഈ ചികിത്സ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലൂടെയാണ് ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ ഇതുണ്ടാവണം. ഞങ്ങളോട് പൈസ എന്നല്ല പറയണം, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഈ ധർമ്മം വിജയിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സംവിധാനം ലോകത്ത് വളരണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ.